മാന്യപ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫുട്പാത്തിലേക്ക്. ഞാനിപ്പോൾ UAE-യിലെ ഏറ്റവും മനോഹരമായ ഒരു ഭൂപ്രദേശത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അലൈൻ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഒരുപക്ഷെ ഇവിടെ താമസിക്കുന്നവർക്കറിയാം അലൈൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഒരു മനോഹരമായ തൂക്കുപൂന്തോട്ടം, ഒരു മനോഹരമായ പച്ചക്കുന്ന്, പിന്നെ മുഴുവൻ പച്ചപ്പും. ഈ സ്ഥലത്ത് രുചികൾ അന്വേഷിച്ചാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇതിൽ നിന്നൊക്കെ വിട്ടിട്ട് ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നാട്ടിലെ ഒരു സംഭാഷണ ശകലമാണ്. അമ്മാവൻ എന്താ പണി? അമ്മാവനെ ഗൾഫിലാണ്. ഇവിടെ എന്തായിരുന്നു പണി? ഇവിടെ ഗവൺമെൻറ്റിൽ വലിയ ഉദ്യോഗമായിരുന്നു. ഇപ്പോഴോ അത് രാജിവെച്ച് ഗൾഫിക്ക് പോയി. അതിനേക്കാളും വലിയ പണിയായിരിക്കും അല്ലേ? എന്താ അവിടെ പണി? കൃഷിയാണ്. എന്ത് കൃഷി? തക്കാളിയും വെണ്ടയ്ക്കയും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കും. അങ്ങനെ ചിരിക്കുന്നവർക്ക് തെറ്റി. ഇവിടെ ഒരു മലയാളി, കൊല്ലത്തുകാരനായ ഒരു മലയാളി വന്നിട്ട് ഇവിടെ ഈ ഒരു മണലാരണ്യം പൊന്നു വിളയുന്ന ഭൂമിയാക്കി മാറ്റിയ ഒരു കർഷകൻ. അദ്ദേഹം ഇവിടുത്തെ പ്രശസ്തനായ ഒരു കൃഷിക്കാരനാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്കൂളുകളിൽ നിന്ന് പോലും അദ്ദേഹത്തിൻ്റെ കൃഷിയിടം കൊണ്ടുവന്ന് കാണിക്കാനായിട്ട് ഒരു ബസ്സിൽ കുട്ടികളെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് കൃഷി പഠിപ്പിക്കുന്നു. കൃഷികളെ പറ്റിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. പിന്നെ കൃഷി ചെയ്യുന്ന രീതികൾ ഉൾപ്പെടെ കുട്ടികൾ നട്ട പാടങ്ങൾ വരെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനും അദ്ദേഹത്തെ കാണാനായിട്ട് ഇങ്ങനെ വളരെ ക്യൂരിയസ് ആയിരിക്കുകയാണ്, നിങ്ങളെപ്പോലെ തന്നെ. ഇനി വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല, അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ട് തന്നെ ബാക്കി കാര്യം. വിജയൻ. നമസ്കാരം. അല്ല, ഞാനിങ്ങനെ ഞെട്ടി വരികയായിരുന്നു. കാരണം ഒരുപാട് പേരുണ്ട് ഇതിൽ. ആരാണ് വിജയേട്ടൻ എന്ന് എനിക്കറിയില്ലല്ലോ. നാട്ടിൽ കൊല്ലത്ത് എവിടെയാണ്? പരവൂരാണ്. ആഹാ, ഇതൊക്കെ സുഹൃത്തുക്കളാണോ? ശരി. ഇവിടെ ഒരുപാട് മലയാളികളുണ്ടല്ലേ? അപ്പൊ ഇവിടെ ഒരു വർഷം 2 ലക്ഷത്തിന് മേലെ ആൾക്കാർ വിസിറ്റ് ചെയ്യും. ഒരു വർഷം 2 ലക്ഷത്തോളം ഇവിടെ വിസിറ്റ് ചെയ്യും, എല്ലാ നാഷണാലിറ്റിയും. മാന്യ പ്രേക്ഷകരെ, ഒരു മാസത്തിൽ 6000 പേര് 7000 പേര് ഇവിടെ വരും ഈ ഫാം കാണാനായിട്ട്. എത്ര ഏക്കറിലാണ് കൃഷി? 40 ഏക്കറുണ്ട്. പിന്നെ അല്ലാതെ തന്നെ 5000 സ്കൂൾ സ്റ്റുഡൻസിനെ ഡയറക്റ്റ് കൃഷി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ പല സ്കൂളുകളിലും പോയി കൃഷി പഠിപ്പിക്കും. സ്കൂൾ കുട്ടികളിവിടെ വരികയും ചെയ്യും. ഒരു മാസത്തിൽ 3-4 സ്കൂൾ കുട്ടികളിവിടെ വരും, എല്ലാ നാഷണാലിറ്റി. മാന്യ പ്രേക്ഷകരെ, ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, കാരണം ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഇദ്ദേഹം അലൈൻ എന്ന് പറയുന്ന കൊച്ചു സ്ഥലത്തൊരു വലിയ പ്രസ്ഥാനമാണ്. 2 ലക്ഷത്തോളം പേരാണ് ഒരു വർഷം, അല്ലേ? 2 ലക്ഷത്തോളം പേരാണ് ഒരു വർഷത്തിൽ ഈ കൃഷി കണ്ട് പഠിക്കാനായിട്ട്. നോനി പ്ലാന്റ്സ് കാണാനും മുരിങ്ങയുടെ കൃഷി ചെയ്ത് പഠിക്കാനും. അത് ശരി. 3 മാസം കൊണ്ട് 1.5 മീറ്റർ നീളം വയ്ക്കുന്ന മുരിങ്ങ മരം ഇവിടെ ഉണ്ട്. 6 മാസം കൊണ്ട് നോനി പിടിക്കുന്ന നോനി ട്രീസ് ഇവിടെ ഉണ്ട്. ഈ നോനി എന്ന് പറഞ്ഞാൽ മഞ്ഞനാത്തി അല്ലേ? നമ്മുടെ നോനി നമ്മുടെ നാട്ടിലെ മഞ്ഞനാത്തിയുടെ ഒരു കുടുംബം തന്നെയാണ്. മൊരിൻഡ സൈട്രിഫോളിയ. എന്താണ് മൊരിൻഡ സൈട്രിഫോളിയ? എന്റെ ബോട്ടണിക്കൽ നെയിം. മൊരിൻഡ സൈട്രിഫോളിയ. മൊരിൻഡ സൈട്രിഫോളിയ ഒറിജിൻ ഇന്ത്യയാണ്. ഈ മുരിങ്ങയും നമ്മുടെ നാട്ടിലെ മുരിങ്ങയും എന്റെ ബോട്ടണിക്കൽ നെയിം മുരിങ്ങ ഓളിഫേറിയ. അത് ഒറിജിൻ ഇന്ത്യയാണ്. ഈ മഞ്ഞനാത്തി എന്ന് പറയുമ്പോൾ മൊരിൻഡ സൈട്രിഫോളിയ ഒറിജിൻ ഇന്ത്യയാണ്. 2 ഇന്ത്യക്കാരനാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരുപാടുണ്ട്. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് ഒരുപാടുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മുടെ കുറേ മലയാളികളോട് എത്തിയിട്ടുണ്ട് നമ്മളെ കാണാനായിട്ട്. നമസ്കാരം. എന്താണ് പേരെന്താണ്? സജിത്ത്. എവിടെ നാട്ടിലെ? കൊല്ലം പരവൂരാണ്. എൻ്റെ മാമനാണ്. ഓ, ഇത് മാമനാണ്. അമ്മാവനോടൊപ്പം കൃഷിയൊക്കെ പഠിച്ചോ? ഇല്ല. അല്ല, ഇദ്ദേഹം ഒന്നും ട്രിക്കുകളൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലേ? എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ എന്നാ ഇംപ്ലിമെന്റ് ചെയ്യണോന്ന് അറിഞ്ഞൂടാ. സമയത്ത് വെയിറ്റ് ചെയ്യണം. ഓക്കെ. ആ സമയം ആകുമ്പോഴത്തേക്ക് നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ ചേരും. ഓക്കെ. പേര്? രാമേന്ദ്രൻ. ഇവിടെ അടുത്ത് തന്നെയാണോ താമസിക്കുന്നത്? ബുറൈമി. ഇപ്പൊ ഒമാനിയാണ്. ഒമാനിൽ ഈ അലൈനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുറൈമി ബോർഡറാണ്. ഒമാന്റെയും UAE-യുടെയും ബോർഡറാണ് ബുറൈമി എന്ന് പറയുന്നത്. ഇദ്ദേഹം ബുറൈമിക്ക് അപ്പുറത്ത് താമസിക്കുന്ന ആളാണ്. അപ്പോൾ സത്യത്തിൽ ഒമാനിയാ. നമസ്കാരം. പേര്? വിനോദ്. എവിടെ നാട്ടിലെ? ഞാൻ കൊല്ലം. എവിടെയാണ് നാട്? എവിടെയാണ്? കോട്ടയം ഡിസ്ട്രിക്ട് വൈക്കത്താണ്. ഞാൻ ഇതുപോലെ അലൈനിൽ 2 മലയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് ജബൽ ഹഫീത്ത്, ഒന്ന് ഇതാണ് പ്രസ്ഥാനം. ഓ, അത് ശരി. 2ാമത്തെ മല കാണാൻ വന്നതാണ്. അലൈനിൽ 2 മലയുണ്ട്.
അതിൽ ഒരു മല എന്ന് പറഞ്ഞാൽ ജബൽ ഹഫീത്ത്. ജബൽ ഹഫീത്ത്. രണ്ടാമത്തെ മല ഈ നിൽക്കുന്ന മലയാണ്. മോളുടെ പേരെന്താ? സായി കൃഷ്ണ. ചേട്ടൻ്റെ പേര്? വിജയൻ. തിരുവല്ലയാണ്, തിരുവല്ലക്കാരൻ. നമസ്കാരം. ഞാൻ തിലകൻ വർമ്മ. പുള്ളി നമ്മുടെ ഗുരുവാണ്. ഭയങ്കര പ്രശ്നങ്ങൾ ഇന്ന് ഞാൻ കടന്നു വന്ന പുള്ളിക്കാരനാണ്. അത് ശരി. കംപ്ലീറ്റ് ഉറക്കമൊക്കെ നയിച്ച് ആകെ പ്രശ്നങ്ങളായിരുന്നു. അത് ശരി. പുള്ളിയുടെ നോനി ജ്യൂസാണ് എന്നെ രക്ഷപ്പെടുത്തി. അത് ശരി. ആ നോനി ജ്യൂസിന്റെ രഹസ്യം എനിക്കൂടെ പറയണം കേട്ടോ, പറഞ്ഞേട്ടെ. നോനി ജ്യൂസ്, ഇദ്ദേഹത്തിന്റെ നോനി ജ്യൂസ് കഴിച്ചാണ് ഇദ്ദേഹം ഉറക്കമില്ലായ്മ എന്നൊക്കെ മുക്തി നേടിയ ആളാണ്. പേര് തിലകൻ വർമ്മ. തിലകൻ വർമ്മ എന്നാണ് പേര്. നാട് തൃപ്പൂണിത്തുറ ആൻഡ് കാലിക്കറ്റ്. ഓക്കെ. തൃപ്പൂണിത്തുറക്കാരനാണ്, ഇപ്പൊ കാലിക്കറ്റിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. തിലകൻ വർമ്മ. ഇദ്ദേഹത്തിന്റെ ഉറക്കമില്ലായ്മയൊക്കെ മാറിയത് ഇദ്ദേഹത്തിന്റെ നോനി ചികിത്സയിലൂടെയാണ്. ആ നോനി ജ്യൂസിന്റെ കാര്യം എനിക്ക് ഒന്ന് പറഞ്ഞു തരണം. ഇതിന് ശേഷം ആൾക്കാരെ ഒന്ന് പരിചയപ്പെട്ടോ. മോളുടെ പേരെന്താ? വിഷ്ണുപ്രിയ. മോന്റെ പേരോ? വൈഷ്ണവ് സതീഷ്. അപ്പൊ ഇത് സതീഷ് ആയിരിക്കും. എവിടെ നാട്ടിലെ? കോഴിക്കോടാണ്. കോഴിക്കോട്. ഫ്രണ്ടിന്റെ അങ്കിളാണ്. ഓക്കെ. നമസ്കാരം. പേര്? സുമ. എവിടെയാണ്? വൈക്കം. പത്മജ. ഓക്കെ. അദ്ദേഹം പറയുന്നതിലൊക്കെ സത്യമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ നോനി ജ്യൂസൊക്കെ കുടിച്ച് പെട്ടുപോകും. സത്യമാണല്ലേ? സീലിയ. എറണാകുളമാണ്. ഷൈനി. നിങ്ങൾ എറണാകുളത്തുകാർ അവസാനം നിൽക്കാന്ന് വിചാരിച്ചു അല്ലേ? മാന്യ പ്രേക്ഷകരെ, നമ്മൾ ഇനി വിജയേട്ടനോടൊപ്പം കൂടുകയാണ്. ഇദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ പാത ഞാനും കൂടി ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടുകയാണ്. ഇദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ പാതയിലേക്ക് ഞാനും നടന്നു കയറാൻ പോവാണ്. ഇവിടെ തക്കാളി അല്ലേ? പറങ്കിമാവ്, അവിടെ തക്കാളി. കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ടൊമാറ്റോ കൃഷി എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക, അതിനു വേണ്ടിയാണ് തരുന്നത്. ഓക്കെ. കാരണം കേരളത്തിൽ ഈ തക്കാളി ഉണ്ടാക്കുന്ന ആൾക്ക് അറിയില്ല, കേരളത്തിൽ ഉണ്ടാവില്ല എന്ന ധാരണ. അത് ഒരു രോഗം വരും, ഫംഗൽ ഡിസീസ്. ആ രോഗം വരാനുള്ള കാരണം മണ്ണിൽ ഈർപ്പം കൂടിയിട്ടാണ്. നമ്മൾ ബെഡ് ഉണ്ടാക്കി, ബെഡ് ഉണ്ടാക്കുമ്പോൾ ഏരിയേഷൻ നടക്കും. അപ്പൊ ഫംഗൽ ഡിസീസ് വരാതിരിക്കാനെ കൊണ്ട് നമ്മൾ മുരിങ്ങയുടെ ഇല പച്ചിലയായിട്ട് ഉപയോഗിച്ചാൽ മതി. മുരുങ്ങയുടെ ആന്റി ഫംഗലാണ്. അപ്പൊ നമ്മൾ 250 ഗ്രാം ചാണകവും 100 ഗ്രാം മുരുങ്ങയിലാണ് ഇതിന് ബേസിക് വളമിടുന്നത്. പിന്നീട് ഏതെങ്കിലും സമയത്ത് എങ്ങനെ ഡിഫിഷ്യൻസി കണ്ടാൽ മുരുങ്ങയുടെ ഇല തന്നെ ഒരു ഫെർമെന്റേഷൻ ടാങ്കിലിട്ട് ഫെർമെന്റ് ചെയ്ത് സപ്ലിമെന്റ് എത്ര ദിവസം സ്ഥിരമായിട്ട് ആ ടാങ്കിൽ ഈ മുരുങ്ങയില ഫെർമെന്റ് ചെയ്ത് കിടക്കും. ആവശ്യമുള്ളപ്പോൾ കൊടുക്കും. ആഴ്ചയിൽ 1, 2, 3 കൊടുത്തുകൊണ്ടിരിക്കും. ഒരു ഡിഫിഷ്യൻസി കാണും, വളർച്ചയിൽ ഏതെങ്കിലും കുറവ് കണ്ടാലുണ്ടെ അത് കൊടുക്കും. കാരണം അതിനകത്ത് എല്ലാ മെറ്റലുകളും ചീലേറ്റ് ചെയ്ത് അതിനകത്തുണ്ടാവും. മുരിങ്ങയിലക്കകത്ത് അയൺ ഉണ്ട്, കോപ്പർ ഉണ്ട്, സിങ്ക് ഉണ്ട്, സെലേനിയം ഉണ്ട്. എല്ലാ മെറ്റലും ലിക്വിഡ് ആയിട്ട് കിടക്കും. ആ ഡിവിഷൻസ് ഇത് കാണിക്കത്തില്ല. ഓക്കെ. സ്വന്തമായിട്ട് കൃഷി ചെയ്തിട്ട് ഒരു തക്കാളിയെങ്കിലും ഉണ്ടാക്കണം നമ്മുടെ ഉള്ളിലെയൊക്കെ സ്വപ്നമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ദൈവത്തെ പോലെ ഇങ്ങനെ വന്നിട്ട് അതിനുള്ള ചാൻസ് ഉണ്ടാക്കി തരികയാണ്. അപ്പം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ചില നുറുങ്ങുകൾ കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല കൃഷിക്കാരനാകാം. അതിന് ഇത്ര പറമ്പ്, 1 ഏക്കർ പറമ്പ് വേണമെന്നോ 2 ഏക്കർ പറമ്പ് വേണമെന്നൊന്നുമില്ല. 5 സെൻറ്റ് ആണെങ്കിൽ 5 സെൻറ്റ്, അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിൽ ഒരു ചട്ടി വെച്ചിട്ടാണെങ്കിൽ അതിൽ പപ്പായ നടാം. അത് അങ്ങനെയൊക്കെ ഉള്ള പരീക്ഷണങ്ങളാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആ ചട്ടിയിൽ പറങ്കിമാവ് വെച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ തക്കാളി നന്നായിട്ട് വളർന്നു നിൽക്കുന്നു. ഇതുപോലത്തെ എത്ര ഹട്ടുകളുണ്ട്? ഇതുപോലുള്ള 37 ഗ്രീൻ ഹൗസ് ഉണ്ട്. ഗ്രീൻ ഹൗസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഗ്രീൻ ഹൗസ് എന്നാണ് പറയുന്ന അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി കൃഷിക്ക് ആവശ്യമില്ല. അൾട്രാ വയലറ്റ് രശ്മിയെ തടഞ്ഞ് സലാഡ് വെള്ളരി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഇതിന്റെ ആവശ്യമുള്ളൂ. ബാക്കി ഏത് കൃഷിക്കും ഓപ്പൺ ഫീൽഡാണ് നല്ലത്. കേരളത്തിൽ എന്റെ അഭിപ്രായത്തിൽ ഗ്രീൻ ഹൗസിന്റെ ആവശ്യമില്ല. രോഗങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ മതി. അത് കൃഷി ചെയ്തു വരുമ്പോൾ ഒരു സ്വയം പഠിക്കും. ശരി. പപ്പായ. ഈ പപ്പായ ഒരു സെക്കൻഡ്, നമ്മുടെ പ്രേക്ഷകരോട് ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. ടെറസിൻ്റെ മുകളിലും പപ്പായ കൃഷി ചെയ്യാം എന്ന് വെച്ചാൽ പപ്പായ മരമല്ലേ, അതെങ്ങനെ ടെറസിൽ കൃഷി ചെയ്യാം? ഇതാ നോക്ക്, അതൊരു ചെടി ചട്ടിയിലാണ്.
ഇതൊരു ഒരു ഒരു ചാക്കിലാണ് ആ പപ്പായ നട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ കാണുന്ന എല്ലാ പപ്പായകളും അതെ അതിന്റെ ചുവട്ടിലെ വണ്ണവും കൂടി നോക്കുക. ഒരു പപ്പായ വളരാൻ ആവശ്യമായ വെള്ളവും വളവും എല്ലാം ആ ഒരു സാക്കിനകത്തുണ്ട് അല്ലേ? ഇത്രയും മതി പപ്പായ വളരാൻ. അല്ല, അത് മതി. ഈ പപ്പായ വളർത്താൻ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ ഗവൺമെന്റും കാർഷിക കോളേജും കണ്ണു വെച്ചാൽ കേരളത്തിലെ ജനങ്ങളെ രക്ഷപ്പെടുത്താം. കാരണം ഇത് തൈവാനിലാണ് എന്റെ ജനനം. ഈ പപ്പായയുടെ ഈ പപ്പായ റെഡ് ലേഡി എന്നാണ് എന്റെ പേര്. റെഡ് ലേഡി. ഈ ഒരു വെറൈറ്റി നമ്മൾ സീഡ് വെച്ച് പിടിപ്പിച്ചാൽ 4 മാസം കൊണ്ട് ഈ വളർച്ച എത്തും. 4 മാസം കൊണ്ട്. ഇതിന്റെ പ്രായം 4 മാസമാണ്. 4 മാസം കഴിയുമ്പോൾ ഇതിനകത്ത് 45 ഫ്രൂട്ട് ഒരുമിച്ച് വരും. ഇപ്പൊ ഇതിനകത്ത് 45 ഫ്രൂട്ട് ഉണ്ട്. ശരി, 45 ഫ്രൂട്ട് ഉണ്ട്. റെഡ് ലേഡി എന്നാണ്. ഇതിന് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനുള്ള പ്രത്യേക കഴിവുണ്ട്. അതെല്ലാ പപ്പായക്കും ഉണ്ട്. എല്ലാ പപ്പായക്കും ഇല്ല, കൂടുതലായിട്ടുണ്ട്. റെഡ് ലേഡി കൂടുതലായിട്ടുണ്ട്. വിളവ് വളരെ കൂടുതലാണ്. 2 കിലോഗ്രാം വരെ ഇതിന്റെ ഒരു കായ്ക്ക് വെയിറ്റ് വരും. ശരി. ഒരു 6 മാസം കൊണ്ട് ഇതിൽ നിന്ന് 45 കാ വിളവെടുക്കാം. കേരളത്തിന്റെ മണ്ണിൽ ഒരു വളവും ചേർക്കാതെ ഈ പപ്പായ വളർത്താം. ഈ പപ്പായ മാത്രം കേരളത്തിൽ ഓരോ വീടുകളുടെ വിത്ത് അല്ലെങ്കിൽ സീഡ്ലിങ്സ് ഏൽപ്പിച്ച് ഈ പപ്പായ കളക്ട് ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ കയറ്റി അയച്ചാൽ ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയും. കാരണം ലോകത്തിന് മൊത്തം പപ്പായയുടെ ഷോർട്ടേജാണ്. പപ്പായയുടെ ഔഷധ പ്രഭാവങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്കറിയാം. ഇതിനകത്തുള്ള റെഡ് കളറും ലൈക്കോപ്പിനാണ്, ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്നതാണ്. പിന്നെ അത്യുൽപാദന ശേഷി എന്ന് മാത്രമല്ല ഔഷധ വീര്യവും കൂടിയ പപ്പായയാണത്. കേരളത്തിലെ എല്ലാ വീടുകളിലും കാർഷിക കോളേജുകാർ മുൻകൈ എടുത്തിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് മുൻകൈ എടുത്ത് ഈ പപ്പായയുടെ വിത്ത് അങ്ങോട്ട് വിതരണം ചെയ്യുക, അല്ലെ തൈ വിതരണം ചെയ്യുക. ഈ പപ്പായ മൊത്തം വിദേശ രാജ്യങ്ങളിൽ കയറ്റി ചെയ്ത് കേരളത്തിൽ വളരുന്നുണ്ടെങ്കിൽ ഇത്രയും നല്ല പപ്പായ ലോകത്തെങ്ങും വളരില്ല. അത്ര ബെസ്റ്റ് സോയിലാണ് കേരളത്തിൻ്റെത്. ശരിക്കും ഒരു വലിയ കാര്യമാണ് ഇദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത് ഫുട്പാത്തിലൂടെ. ദയവായിട്ട് ഈ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ റെഡ് ലേഡി എന്ന് പറയുന്ന പപ്പായയെ കുറിച്ചിട്ട്, റെഡ് ലേഡി പപ്പായ, അത് പിന്നെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ബാംഗ്ലൂർ ഗവൺമെന്റ് ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിലെ യൂണിവേഴ്സിറ്റിക്കാർ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദയവായിട്ട് ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കാനും അറിയാനും ശ്രമിക്കുക, നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. എല്ലാ വീടുകളിലും ഓരോ പപ്പായ വെച്ചാൽ തന്നെ നമ്മുടെ ഇപ്പൊ കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാവ്യാധിയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. വാല്യൂ കൂടുതലുമുണ്ട്. ഈ പപ്പായ പറിച്ച് ആളുകൾ സംഭരിച്ച് ഗൾഫിലോട്ട് കയറ്റി വിട്ടാൽ തന്നെ മതി. ഇവിടെ തന്നെ ഒരു കിലോ പപ്പായക്ക് 9 ദിർഹം വിലയുണ്ട്. ശരി. പപ്പായ ഷോർട്ടേജ് ആണ്. ഈ സൈസ് പപ്പായ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ റെഡ് ലേഡി വെറൈറ്റി കാർഷിക കോളേജുകാരോ കേരള ഗവൺമെന്റ് മുൻകൈ എടുത്ത് ഓരോ വീടുകളിലും ഇത് എത്തിച്ചാൽ മതി. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇതിനകത്ത് എന്ത് ഈ ഒരു സാക്കിനകത്തോ അല്ലെങ്കിൽ നമ്മളൊരു ചെടിച്ചട്ടിയിലോ നട്ട അതിനകത്ത് എന്ത് വളമാണ്? കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി. ഇതിനകത്ത് ഞങ്ങൾ ഇട്ടേക്കുന്നത് 5 കിലോഗ്രാം പശുവിന്റെ ചാണകം, 2 കിലോഗ്രാം മുരിങ്ങയുടെ ഇല. ഇത് രണ്ടും അല്ലാതെ ഈ വേറൊന്നുമില്ല. മണലില്ലേ? മണ്ണുണ്ട്. മണ്ണിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മണ്ണിൽ മിക്സ് ചെയ്താണ്. മണ്ണിൽ മിക്സ് ചെയ്ത 5 കിലോഗ്രാം ചാണകം, 5 കിലോഗ്രാം പശുവിൻ ചാണകം, നാടൻ പശു. ഇവിടെ തന്നെ നാടൻ പശു ഉണ്ട്. ആ പശുവിന്റെ ചാണകം, അത് യൂറിനോട് കൂടിയത്, യൂറിനോട് കൂടിയത് 5 കിലോഗ്രാം ചാണകം. അതിനകത്ത് 2 കിലോഗ്രാം മുരിങ്ങയുടെ ഇല. അതിൽ വേറെ യാതൊന്നുമില്ല. ഇത് മാത്രമാണ്. മുരിങ്ങയുടെ ഇലക്കകത്ത് എല്ലാ ന്യൂട്രീഷൻസ് ഉണ്ട്. മനുഷ്യ ശരീരത്തിൽ ആവശ്യമുള്ള 20 തരം ആമിനോ ആസിഡ് മുരിങ്ങയിലുണ്ട്. നമ്മുടെ കോശങ്ങൾ സൃഷ്ടിക്കാൻ പച്ചിലയിൽ നിന്നാണ് വരേണ്ടുന്നത്. അതേ സാധനം സസ്യത്തിനുണ്ട്. സസ്യത്തിൽ ഓരോ കോശങ്ങളും ഉണ്ടാവണമെങ്കിൽ അതിന്റെ ചേരുവകൾ മണ്ണിൽ വേണം. ചാണകത്തിലുണ്ട്. ചാണകം ഫെർമെന്റായി ഹ്യൂമസായി മാറുകയാണ്, ക്ലേദമായി മാറുകയാണ്. ക്ലേദം മണ്ണിൽ ചേർന്ന വേറൊന്നിന്റെ ആവശ്യമില്ല. ബാക്കി ഇതെല്ലാം അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജൻ എടുത്തോളൂ. സൂര്യപ്രകാശത്തിൽ നിന്ന്, സൂര്യന്റെ പണിയാണ് ബാക്കിയില്ല. ഇത്രയും മാത്രമേ അതിന് ആവശ്യമുള്ളൂ. ഇതിപ്പോ 4 മാസം കൊണ്ട് ആ ചെടിച്ചട്ടി അതിന്റെ വണ്ണം നോക്ക്. ഇത് കുട്ടികളെ കാണിക്കാൻ വേണ്ടി ഇതുപോലെ ഇവിടെ 600 പപ്പായ വെച്ചിരുന്നത്. അബുദാബിയിലുള്ള ഒരു ഫ്രണ്ട് വന്ന് 550 പപ്പായ ഒന്ന് വിലക്കെടുത്ത്. അതിനകത്തിന്റെ വളർച്ച കഴിഞ്ഞു. ചൂട് റെസിസ്റ്റ് ചെയ്യും. ഒരെണ്ണം ഇങ്ങനെ നിർത്തി കുറച്ച് പപ്പായ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ നമ്മളൊരു 5 എപ്പിസോഡോ 10 എപ്പിസോഡോ ഒന്നും എടുത്താൽ തീരില്ല. അതുകൊണ്ട് വേഗം അടുത്ത ഹട്ടുകൾ കാണുക, കൂടുതൽ കൃഷിയെ പറ്റിയിട്ട് അറിയുക. തക്കാളി കൃഷി ചെയ്യാനുള്ള രീതിയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു ചിട്ടയുണ്ട്. അത് അടുത്ത ഹട്ടിൽ എനിക്ക് തോന്നുന്നു തക്കാളി മുഴുവനായിട്ട് വളർന്ന് കൊല കുത്തിക്കിടക്കുകയാണ്. അതിൻ്റെ ആ കാഴ്ചകൾ കണ്ടിട്ട് അതെങ്ങനെയാണ് വളർത്തിയെടുക്കുന്നതെന്ന് ചോദിക്കാം. അതാകുമ്പോഴത്തേക്ക് നമ്മുടെ മലയാളികൾക്ക് ഈ കാഴ്ചയും കൂടെ കണ്ടു കഴിഞ്ഞാലേ വിശ്വാസം വരുള്ളൂ.
നമ്മളെക്കാളും ഉയരത്തിലാണ് തക്കാളി വളർന്നു നിൽക്കുന്നത്. ശരിക്കും അതിനകത്ത് കൊല കുത്തി വരുന്നുണ്ട്, പക്ഷെ എല്ലാം ചെറിയ തക്കാളികളാണ്. എത്ര നാളാണ് തക്കാളിയുടെ ഒരു സമയം എന്ന് പറയുന്നത്? 90 days. പക്ഷേ ഇനി ഞാൻ 70 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഇതിപ്പോൾ 35 days ആയുള്ളൂ. അത് ശരി. കാരണം ഇതിനകത്ത് ഞാൻ 600 സ്ക്വയർ ഫീറ്റ് സർഫേസ് എല്ലാം നിർത്തും. 600 സ്ക്വയർ ഫീറ്റ് സർഫേസ് എല്ലാം ഇതിനകത്ത് ഉണ്ടാക്കി എടുക്കാനാണ് ജോലി. 600 സ്ക്വയർ ഫീറ്റ് സർഫേസ് ആകുമ്പോൾ ഓരോ ദിവസം 300 ഗ്രാം കാർബോഹൈഡ്രേറ്റ് എടുക്കും സൂര്യനിൽ നിന്ന്. അതിനനുസരിച്ചാണ് കൈകൾ ഉണ്ടാക്കുന്നത്. 100 ഗ്രാമിൽ 150 ഗ്രാം തക്കാളി വലുതാവാൻ പോകും. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു തക്കാളിയിൽ നിന്ന് എനിക്ക് 20 കിലോഗ്രാം കുറച്ചെടുക്കാം. എല്ലാം കണക്കിൻ്റെ കളികളാണ്. ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമ്മൾ ഇനി മറ്റൊരു ഹട്ടിലേക്ക് പോവാണ്. അവിടെ തക്കാളി കൊല്ല കുത്തി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. നല്ല പച്ചപ്പാണല്ലോ ഇവിടെ. കേരളത്തിന്റെ ഒരു പ്രതീതി തോന്നുന്നില്ലേ? കേരളമാണെന്നാണ് തോന്നുന്നത്. ശരിക്കും ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കേരളമാണെന്ന് തോന്നുന്നു. കാരണം മുരിങ്ങയുണ്ട്, തേക്കുണ്ട്, ആലോവേര ഉണ്ട്, പിന്നെ ആലോവേര എന്ന് പറഞ്ഞാൽ കറ്റാർ വാഴ, പിന്നെ മുരിങ്ങയുണ്ട്, മഹാഗണിയുണ്ട്, പിന്നെന്തുണ്ട്, പേരയുണ്ട്, അത്തിമരമുണ്ട്. അങ്ങനെ ഒരുപാട് കൃഷികളാണ്. ശരിക്കും കേരളത്തിൽ എത്തിപ്പെട്ട ഒരു പ്രതീതിയാണ് തോന്നുന്നത്. അത് മാത്രമല്ല, നമ്മൾ ആലോചിക്കണം, ഒരു കാലത്തൊരു മരുഭൂമിയായിരുന്ന സ്ഥലം ഈ ഇദ്ദേഹത്തിൻ്റെ മുനിസിപ്പാലിറ്റിയിലെ ജോലി ഒഴിവാക്കിയിട്ടാണ് അദ്ദേഹം കൃഷി തിരഞ്ഞെടുക്കുന്നത്. വിജയേട്ടനോട് ഒരു സംശയം ചോദിച്ചോട്ടെ. മുനിസിപ്പാലിറ്റിയുടെ ഒരു വലിയ ജോലി, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്ന ഒരാൾ അത് ഒഴിവാക്കിയിട്ട്, അത് ഒരുപാട് ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി അത് രാജിവെച്ചിട്ട് കൃഷിയിലേക്ക് ഇറക്കി പുറപ്പെടുന്നു. വീട്ടുകാർ തടഞ്ഞില്ലേ? ബാക്കി എല്ലാവരും തടഞ്ഞില്ലേ? എന്തിനാ പിന്നെ വിജയൻ നിങ്ങൾ ഇതൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചില്ലേ? എന്റെ പ്രചോദനം തന്ന സൂര്യനാണ്. ഇലക്ട്രിസിറ്റി ചെയ്ത ഞാൻ പല തോട്ടങ്ങളും വിസിറ്റ് ചെയ്ത്, അപ്പോൾ ഫോട്ടോസിന്തസിസ് ഞാൻ പഠിച്ചത് എൻ്റെ മനസ്സിലുണ്ടാണ്. ഫോട്ടോസിന്തസിസ് സസ്യങ്ങൾ വളരുന്നതും എന്നെ വളരെ ആകർഷിച്ചു. ഞാൻ പഠിച്ച ഇതിലാണ് കൃഷി നിർത്തിയത്. ശീമക്കൊന്ന വരെയാണ് അവസാനം ആഘോഷിച്ചത്. പിന്നെ കൃഷി നിർത്തി കളഞ്ഞു. അതെന്റെ മനസ്സിൽ കിടന്ന് അങ്ങനെ ഞാനിവിടെ കൃഷി പരീക്ഷിച്ച്. അപ്പോൾ ഓരോ സ്ക്വയർ ഫീറ്റ് സർഫേസ് ഇലകളും ഓരോ 24 മണിക്കൂർ കൊണ്ടും എത്ര കാർബോഹൈഡ്രേറ്റ് സൂര്യനിൽ നിന്ന് ആഗിരണം ചെയ്ത് സസ്യങ്ങൾ വളരും എന്നുള്ള ഞാൻ മനസ്സിലാക്കി. 12 മണിക്കൂറുടെ സൂര്യപ്രകാശം കേരളത്തിലാകുമ്പോൾ 8 മണിക്കൂറേ ഉള്ളൂ, 4 മണിക്കൂർ എക്സ്ട്രാ കിട്ടുന്നു. ഈ സൂര്യപ്രകാശം എങ്ങനെ സ്റ്റോർ ചെയ്ത് അത് ഫുഡാക്കി മാറ്റാം എന്നുള്ളതിനെ പറ്റി ചിന്തിച്ച് അപ്പോൾ ഞാൻ ഒരു 25,000 സ്ക്വയർ ഫീറ്റ് സർഫേസ് പച്ചിലകൾ നിർമ്മിച്ചു. കുക്കുമ്പറിൽ കൂടെ 25,000 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചുള്ളൂ. എനിക്ക് ഏകദേശം അതിൽ നിന്ന് 3 മാസം കൊണ്ട് 6 ടൺ വെജിറ്റബിൾ കിട്ടി. ആദ്യത്തെ തുടക്കം. പിന്നെ ജോലിയിലുള്ള സമയത്ത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെയാണ് ജോലി കളയുന്നത്. 93-ലാണ് ഫുൾ ടൈം കൃഷിയാകുന്നത്. 93 വരെ WD-യിൽ ജോലി, 91 വരെ വർക്ക് ചെയ്തിരുന്നു. 91 WD-യിൽ ഉണ്ടായിരുന്നു. 93-ൽ ഫുൾ ടൈം കൃഷിയായി. അപ്പോൾ സൂര്യന്റെ എനർജിയാണ് ഈ ഭൂമിയുടെ സർവ്വ ഊർജ്ജ സോഴ്സ് സൂര്യനാണ്. സൂര്യന്റെ എനർജി എടുക്കാൻ പച്ചില കഴിവുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം പച്ചില വെച്ചാൽ ഫുഡ് പ്രൊഡ്യൂസിങ് ഫാക്ടറി. ഇതിനേക്കാൾ വേറൊരു ഫാക്ടറി ഇല്ല. നമുക്ക് എന്തും പച്ചിലയിൽ കൂടെ ഉണ്ടാക്കാം. പച്ചിലയിൽ എടുക്കുന്ന എനർജിയാണ് ഭൂമിയിലുള്ളതെല്ലാം. ശരി. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഇത് ചെയ്തുകൊണ്ട് ഞാൻ ഒന്നും ഒരു ഫെർട്ടിലൈസർ ഇത് കൊടുക്കാറുമില്ല. ഒരു കീടനാശിനി തളിച്ചുണ്ടെങ്കിൽ ഈ വണ്ടുകൾ കാണത്തില്ല. കീടനാശിനി ഇതെല്ലാം ചത്തുപോകും. നാട്ടിലെ തുമ്പി, ബട്ടർഫ്ലൈസ് എല്ലാം അവിടെ ഉണ്ട്. ഇതൊക്കെ പരാഗണം നടത്തുന്നത്. ഇതൊന്നും എന്റെ കൃഷി നശിച്ചില്ല. അതിനുള്ള ഫുഡ് വേറെ ഉണ്ട്. അത് കൃഷിയിൽ ഒരു ശല്യം ചെയ്യാം. ശരിക്കും ഇദ്ദേഹത്തിന്റെ അടുത്ത് കൂടി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് എപ്പിസോഡുകൾ ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ സഞ്ചരിക്കേണ്ടി വരും. ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് കൃഷി ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 40 ഹട്ടുകളുണ്ട്. അതിലെ ചില ഹട്ടുകളെങ്കിലും ഒന്ന് കാണണ്ടേ?